അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമാണ് കേൾക്കുന്നു. അപ്പോഴേ ഇന്ന് ചട്നിയോ കറിയോ ഒന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ദോശയുണ്ട് അന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചട്നിയും വേണ്ട കറിയും വേണ്ട കേട്ടോ, ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് റവ, വറുക്കാത്ത റവ എടുക്കുക, കുറച്ച് ഒരു അരക്കപ്പ് തൈര്, അരക്കപ്പ് ഒരു കപ്പ് വെള്ളം കേട്ടോ, ഒരു നുള്ളുപ്പ് നുള്ളുപ്പിട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആമീൻ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഒരു 5 മിനിറ്റ്. ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് കേട്ടോ. 2 പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളക് എടുക്കണം, പക്ഷെ എനിക്ക് വേണ്ട, ഒന്ന് മതി, ഇത് വേണ്ട. ഒരു പച്ചമുളക്, ഒരു സവാള ചെറുതാക്കി കുനുകുനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. രാവിലെ ചായക്കടിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കറിയൊന്നും വേണ്ട കേട്ടോ. കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ദോശയാണ് കേട്ടോ. കുനുകുനാ അരിഞ്ഞെടുക്കുക. സവാള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പിലൊക്കെ നല്ല ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഞാൻ 2 ക്യാരറ്റ് എടുത്താണ്. ഒരു കപ്പ് ക്യാരറ്റ്, ഒരു കപ്പ് സവാള, ഒരു പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില കുനുകുനായിരുന്നു കേട്ടോ. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാവ് നമുക്കൊന്ന് റവന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതൊരു കണ്ടസ്റ്റൻസ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെക്കുക, കുറച്ച് നെയ്യ് ഒഴിക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടി വരട്ടോ. പൊട്ടിത്തെറി സവാള ഇട്ട് കേട്ടോ. സവാള ഇട്ടിട്ട് സവാള നന്നായി ഒന്ന് വഴന്ന് വെച്ചോ. ഇട്ടു, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കിയത് കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ ഒരു പച്ചമുളക് കേട്ടോ. 2 പച്ചമുളക് ഞാൻ ഒന്നിട്ടുള്ളൂ. ക്യാരറ്റ് ഇതായിട്ട് വേവിച്ച് കേട്ടോ എടുത്ത് കൊടുക്കുക. ക്യാരറ്റ് നന്നായി വഴറ്റുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്.
സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മാവക്ക് കൂട്ടൊഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ടുണ്ട്. മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് ക്യാരറ്റ്, സവാള, പച്ചമുളക്, കറിവേപ്പില ഒക്കെ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യത്തിന് നല്ല ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അത് അത്രയും വെജിറ്റബിൾ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കൂടെ എത്ര പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. മാവ് വെച്ചെടുക്കട്ടോ. ചട്ടിയിലാകുമ്പോൾ എണ്ണ പറ്റിയിട്ട് മാവ് വെച്ചെടുക്കണം കേട്ടോ. ഓരോന്നായി ഞാൻ ചുട്ടെടുക്കട്ടെ നമുക്ക്. നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോന്നോരോന്നായി ഇങ്ങനെ ചുട്ടെടുക്കട്ടെ നമുക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല പ്ലീസ്. ഓരോന്ന് എണ്ണ തടയുക. എണ്ണ തടവാൻ ഞാൻ നാളികേരത്തിൻ്റെ എന്താ പറയുക ചകിരിൻ്റെ സാധനം ഇട്ടെടുക്കുന്നത്. ഓരോന്നായി ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കണ്ടില്ലേ നല്ല ഭംഗിയാണ്. ഭംഗി ആസ്വദിച്ച് കഴിക്കുക. നല്ല രുചിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് റവ അല്ലേ. കണ്ടില്ലേ.